ഈ മാധ്യമ സമ്മേളനത്തിനകത്ത് പങ്കെടുക്കുന്നത് KV അനുരാഗ് എസ് എഫ് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ജാൻവി എസ് എഫ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഈ നിലയ്ക്കൊരു മാധ്യമ സമ്മേളനം വിളിച്ച് ചേർക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതിനോടൊപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞങ്ങൾ ഉയർത്തുന്ന വിമർശനം, ആ വിമർശനത്തെ സാധൂകരിക്കുന്ന നിലയിലുള്ള രണ്ട് വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കാലാകാലങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിമർശനത്തെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഞങ്ങളുടെ വിമർശനത്തെ അങ്ങേയറ്റം ശത്രുതാപരമായ മനോഭാവത്തോടു കൂടിയാണ് നോക്കിക്കാണാറ്. ഞങ്ങൾ ഉയർത്തുന്ന വിമർശനം ഏകപക്ഷീയമായി SFIക്കെതിരായിട്ടുള്ള വാർത്തകൾ, നുണപ്രചരണങ്ങൾ പടച്ചുവിടുന്നതിൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ വിമർശനത്തിന് അതീതരാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. വിമർശനങ്ങളെ പോസിറ്റീവായി കണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന പോരായ്മകൾ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തര ഇടപെടലുകൾ ഞങ്ങൾ നടത്തണം എന്ന പക്ഷമാണ് ഞങ്ങൾക്കുള്ളത്. ഉയർത്തുന്ന വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തിരുത്തൽ വരുത്തണം, ഞങ്ങൾ കൂടുതൽ മികച്ചതാകണം എന്ന് കണ്ട് നടത്തുന്ന വിമർശനങ്ങളെ അതേ ഗൗരവത്തോടെ കാണാൻ തയ്യാറാകുമ്പോൾ പല ഘട്ടത്തിലും പല മുഖ്യധാരാ മാധ്യമങ്ങളും ഉയർത്തുന്ന വിമർശനം ഈ സംഘടന ഇല്ലാതായി പോകണം, ഇതിനി അവശേഷിക്കാൻ വേണ്ടി പാടില്ല എന്ന നിലയ്ക്കുള്ളതായി മാറുന്നുണ്ട്. ആ വിമർശനം ഞങ്ങൾ ഉയർത്തുമ്പോൾ അതങ്ങനെയല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് ശ്രമിക്കാറുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ മുൻപിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ, ഇപ്പോൾ കോഴിക്കോട് ജില്ലയായതുകൊണ്ട് സൂചിപ്പിക്കേണ്ടുന്ന ഒന്നാണ്. ദിവസങ്ങൾക്ക് മുൻപ് നാദാപുരം ഗവൺമെൻറ് കോളേജിൽ SFIയുടെ യൂണിറ്റ് ഭാരവാഹികൾ ആക്രമിക്കപ്പെട്ടത്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു. അതിക്രൂരമാം വിധമാണ് SFIയുടെ യൂണിറ്റ് ഭാരവാഹികളെ KSUവിൻ്റെയും MSFിൻ്റെയും സംഘം ആക്രമിക്കുന്നത്. ഞങ്ങൾ സംസ്ഥാന കേന്ദ്രത്തിൽ നിന്ന് തന്നെ കേരളത്തിലെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങൾക്കും ആ ദൃശ്യങ്ങൾ കൈമാറി. ആരും തന്നെ അതൊരു ഫ്ലാഷ് ന്യൂസ് കൊണ്ട് പോലും പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ പറയുന്ന ഏകപക്ഷീയമായിട്ടാണ്, പക്ഷാപാതപരമായിട്ടാണ് നിങ്ങൾ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് SFIക്കെതിരായിട്ട് എന്ന് പറയുന്നതിനെ സാധൂകരിക്കുന്നതായിരുന്നു അതൊന്ന്. കാരണം ഞങ്ങൾ ഈ മാധ്യമ സമ്മേളനത്തിൽ ഉന്നയിക്കാൻ വേണ്ടി പോകുന്ന വിഷയം അതല്ല, മറ്റൊന്നാണ്. നമ്മളൊക്കെ ആഴ്ചകളോളം ചർച്ച ചെയ്ത ഒന്നാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യ. ഞങ്ങളെ സംബന്ധിച്ച് ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ സ്വീകരിച്ച നിലപാട് ഒരിക്കലും ഒരു ക്യാമ്പസിലും ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്ത ഒന്നാണത് എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കുണ്ടായ വലിയ പ്രയാസം, ഞങ്ങൾക്കുണ്ടായ വിഷമം സംഘടന ആഗ്രഹിക്കാത്ത നിലയിൽ 3 SFI പ്രവർത്തകരെ, ആ ക്യാമ്പസിലെ SFIയുടെ യൂണിറ്റ് ഭാരവാഹി ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. അതൊരിക്കലും ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നേരെ വരുന്ന വിമർശനങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ കേൾക്കേണ്ടുന്ന ആളുകളാണ് ഞങ്ങൾ, തർക്കമില്ല. കാരണം ഞങ്ങളുടെ പ്രവർത്തകരെ സംബന്ധിച്ച് അങ്ങനെ ഒരു അക്രമത്തോടെ നടക്കുന്നത് ശ്രദ്ധയിൽ പെടുമ്പോൾ അതിൻ്റെ ഭാഗമാകേണ്ടുന്ന ആളുകളല്ല, അത് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ അറിയിക്കേണ്ടുന്ന, അത് തിരുത്താൻ ഇടപെടൽ നടത്തേണ്ടുന്ന ആളുകളാണ്. അങ്ങനെ ചെയ്യേണ്ട ആളുകൾ മറിച്ച് അതിനോടൊപ്പം ചേർന്നു എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് അതാവുന്നില്ല. ഇവിടെ വലതുപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ആ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാവും കോൺഗ്രസ് ഉൾപ്പെടെ BJP ഉൾപ്പെടെ ആ വിഷയത്തെ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത് SFI ആസൂത്രണം ചെയ്തൊരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്ന് കെട്ടിപ്പൂട്ടി SFI കൊന്നു എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെയും BJPയുടെയും നരേഷൻ. ഒരു വലിയ ശതമാനം മാധ്യമങ്ങളും ആ നരേഷനോടൊപ്പം അതങ്ങനെയാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിനായിരുന്നു കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ തയ്യാറായത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമുണ്ട് എന്നിരിക്കെ അത് SFI നടത്തിയ കൊലപാതകമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഉണ്ടായി. ആ ശ്രമത്തോടൊപ്പം നിങ്ങൾ നിന്നു. അതിനൊപ്പം ഈ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയുടെ പിതാവ് ഉൾപ്പെടെ അദ്ദേഹം ആ ഘട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് SFI സംസ്ഥാന സെക്രട്ടറിയുടെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. നിരന്തരം ആ ക്യാമ്പസിനകത്ത് വരികയും ആ ക്യാമ്പസിലെ ഹോസ്റ്റലിൽ താമസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് SFI സംസ്ഥാന സെക്രട്ടറി.
എന്റെ മകൻ പലപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ എന്നോട് പറയാറുണ്ടായിരുന്നു, ആർഭചേട്ടൻ അപ്പുറത്തെ റൂമിൽ വന്ന് കിടക്കുന്നുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു എന്നടക്കം പറഞ്ഞു. വ്യക്തിപരമായി ഞാൻ ആ ക്യാമ്പസിലേക്ക് ആദ്യമായി പോകുന്നത് ഈ വിഷയത്തിനൊക്കെ ശേഷമാണ്. ഞങ്ങൾ ആ ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ആ മാനസിക പ്രയാസത്തിൽ നിന്ന് ഉയർന്നു വന്നതായിരിക്കും അത് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തയ്യാറായത്. അപ്പൊ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമാണെങ്കിൽ പോലും ഒരു വക്കീൽ നോട്ടീസ് കൊണ്ട് പോലും അതിനെ അങ്ങേയറ്റം ഡിഫോമേറ്റീവ് സ്റ്റേറ്റ്മെന്റാണ്. നിയമപരമായി അടക്കം ആ വിഷയത്തിനകത്ത് അത് അങ്ങനെ പോകേണ്ടതില്ല എന്ന സ്റ്റാൻഡാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അങ്ങനെ അതിനെ കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ തയ്യാറായത്. ഞങ്ങൾ പല ആവർത്തി പറഞ്ഞു, അത് സംഘടനയല്ല. സംഘടനയിൽപ്പെട്ട ചില ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ 10-15 പ്രതികളുണ്ട്. അതിൽ വിവിധ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളുകളുണ്ട്. പ്രാദേശികമായി അടക്കം വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇത് SFI കൊന്നു കെട്ടിപ്പൂക്കി എന്നുള്ള പൊതുബോധം നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളോടൊപ്പം നിങ്ങൾ മാധ്യമങ്ങൾ നിൽക്കരുത് എന്ന് പല ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു. എന്നാൽ ആ ഘട്ടത്തിൽ ഞങ്ങളെ കേൾക്കുന്നതിന് വേണ്ടി ഭൂരിപക്ഷ മാധ്യമങ്ങൾ തയ്യാറായില്ല. ഇന്ന് പകരം തുടർച്ചയുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ അന്വേഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടന്ന് പൂർത്തീകരിക്കപ്പെടുന്ന സ്ഥിതിയുണ്ട്. ഇവിടെ നടന്ന സമരങ്ങളുടെ ഭാഗമായിട്ട് CBI അന്വേഷണം നടന്നു. ആ കുടുംബം തന്നെ ആവശ്യപ്പെട്ട് CBI അന്വേഷണം ഉണ്ടാവണം. CBI വന്നു, CBI അന്വേഷണം നടത്തി. CBI അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്ന നിലയുണ്ടായ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നു. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ആ കുറ്റപത്രം ലഭ്യമായിട്ടുണ്ടാവും. ആ കുറ്റപത്രത്തിനകത്ത് വളരെ കൃത്യമായി അവിടെ നടന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട്. CBIയുടെ കണ്ടെത്തലുകളിൽ പറയുന്നുണ്ട്. അതിലെവിടെയും SFI ആസൂത്രണം ചെയ്ത് നടത്തിയൊരു കൊലപാതകം എന്നുള്ള നിലയിൽ കണ്ടെത്തലുണ്ടായിട്ടില്ല. ഒന്ന്, അത് നടന്നത് ആത്മഹത്യയാണ് എന്ന് സാധൂകരിക്കുന്ന വിവരങ്ങളാണ് ഈ ഘട്ടം വരെ എല്ലാ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്, മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും അത് കൊലപാതകമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത് ഇപ്പൊ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവരത് പറയും. പ്രതിപക്ഷ ഉൾപ്പെടെയുള്ള ആളുകൾ പറയും, അവർ മറ്റൊന്നും പറയും. എന്നാൽ അത് അങ്ങനെയാണെന്ന് സ്ഥാപിക്കുന്ന നിലയിലേക്ക് മാധ്യമങ്ങൾ അവിടെ ഉണ്ടാവുന്നു. ഈ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടും നമ്മൾ ആഴ്ചകളോളം ഫോളോ അപ്പ് എടുത്ത വിഷയമല്ലേ, വിഷയത്തിനകത്ത് എന്താണ് ഇങ്ങനെ വലിയ പ്രചാരത്തിനൊക്കെ ഒടുവിൽ CBI ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തിയത് എന്ന് പൊതുസമൂഹത്തോട് പറയുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം ഈ നാട്ടിൽ തയ്യാറായില്ല. ഞങ്ങൾക്ക് വലിയ വിമർശനങ്ങൾ. അതിന്റെ വിശദ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടല്ല വിഷയം ഉണ്ടായത് എന്ന് ഞങ്ങൾ അപ്പോയിന്റ് ചെയ്തല്ല കേട്ടോ, ഗവർണർ അപ്പോയിന്റ് ചെയ്ത ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ SFI എന്ന് പരാമർശിക്കപ്പെടുന്നേയില്ല. വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടല്ല എന്ന് തർക്കങ്ങൾക്കിടയില്ലാതെ ആ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ ജുഡീഷ്യൽ കമ്മീഷനിൽ ഉണ്ടായിരുന്ന ജഡ്ജി ഉൾപ്പെടെയുള്ള ആളുകൾ മുൻ SFI ആയിരുന്നു എന്നുള്ള വിമർശനം അല്ലെങ്കിൽ ആ നിലക്കുള്ള പ്രചരണങ്ങൾക്ക് നടത്താം. പക്ഷേ ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ അതും എത്ര മാധ്യമങ്ങൾ വാർത്ത ചെയ്യുന്നതിന് വേണ്ടി ആഴ്ചകൾ നമ്മൾ ഫോളോ അപ്പ് എടുത്ത കേസാണ്. ഒരു പ്രൈം ടൈം ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ആ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടും തെറ്റാണ് എന്ന് പക്ഷമുള്ള ആളുകളായിരിക്കാം നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ആ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിനെതിരായിട്ട് സ്വാഭാവികമായും നിങ്ങൾ വാർത്ത ചെയ്യണ്ടേ, ചർച്ച ചെയ്യണ്ടേ. SFIയെ സഹായിക്കുന്നതിന് വേണ്ടി ജുഡീഷ്യൽ കമ്മീഷനും CBIയും ഒക്കെ ഇടപെട്ടു എന്ന നിലയിലെങ്കിലും അത് പൊതുസമൂഹത്തിന്റെ മുൻപിൽ എത്തിക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല. ഞങ്ങൾക്ക് വലിയ വിമർശനമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ ഈ വിഷയം ടേക്കപ്പ് ചെയ്യുന്ന ഘട്ടം മുതൽ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥതയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ വളരെ ഏകപക്ഷീയമാം വിധം SFI വധം നടപ്പിലാക്കുന്നത്, എങ്ങനെയും SFI ഇല്ലാതാക്കണം എന്ന അജണ്ടയോടുകൂടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ 2 ഉദാഹരണമാണിത്. ഇത് ശരിയായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണ് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല.